ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് ആക്ച്വലി അൺബോക്സ് ചെയ്യാനും പരിചയപ്പെടാനും പോകുന്ന ഒരു ജി ഷോക്കിൻ്റെ നമ്മുടെ കാസിയോൻ്റെ ജി ഷോക്കിൻ്റെ ഒരു വാച്ചാണ്. പക്ഷേ ഇതൊരു നോർമൽ ജി ഷോക്ക് വാച്ച് അല്ല. സ്മാർട്ട് ഫോണായിട്ട് ലിങ്ക് ചെയ്യാവുന്ന ഒരു ബ്ലൂടൂത്ത് സ്മാർട്ട് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ഫിറ്റ്നസ് പരമായ സംഭവങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജി ഷോക്കിൻ്റെ വാച്ച് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇതിൻ്റെ ജി സ്കോഡ് എന്ന് തന്നെയാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. നമ്മുടെ ജി ഷോക്ക് ജി സ്കോഡ് എന്ന് തന്നെ പറയാം. ജി സ്കോഡിൽ തന്നെ ഒരു 10-15 വാച്ച് മോഡൽസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ ആക്ച്വലി വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഗിഫ്റ്റാണ് എനിക്കൊരു ഗിഫ്റ്റാണ്, ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജി ഷോക്കിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അറിയും ഇതുപോലത്തെ ബോക്സിങ് ആപ്പിൽ റീസെൻ്റ്ലി ഇവർ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബൈയിങ് പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. 12,925 രൂപയാണ്. അതായത് ഓൾമോസ്റ്റ് 13,000 രൂപയാണ് ഇതിന് നമ്മുടെ MRP പ്രൈസ്. ഇത് ഈ സെയിം പ്രൈസ് തന്നെയാണ് അത് വിൽക്കുന്നതും. ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 750 രൂപയ്ക്ക് ICICI കാർഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഷോറൂമൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നോർമൽ പ്രൈസ് തന്നെയാണ്. 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ കൺട്രി ഓഫ് ഒറിജിൻ, മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ് കേട്ടോ. മിക്ക കാസിയോ വാച്ചുകളും തായ്ലൻഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മാനുഫാക്ചർ ഡേറ്റ് പറയുന്നത് 1/2025 ഞാനിതിൻ്റെ നമുക്കറിയായിരിക്കും ഇതിന് 2 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നോർമൽ കാസിയോൻ്റെ വാച്ച് അല്ലെങ്കിൽ ജി ഷോക്കിൻ്റെ വാച്ച് ഓപ്പൺ ചെയ്തവർക്കറിയാം ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു കാർഡ് ഉണ്ടാവും തന്നെ. ഇത് കൂടെ എന്താ പറയുക എക്സ്ക്ലൂസീവ് പാക്ക് 3 ഇയർ 3 ഇയർ വാറണ്ടി ഉണ്ട്. ബൈ ജെന്യൂൻ പ്രൊഡക്ട്സ് വേണ്ടിയിട്ട് നമുക്ക് അവരൊരു കാർഡ് കിട്ടും 2 ഇയർ വാറണ്ടി. മെമ്പർഷിപ്പ് പാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 കൊല്ലം വാറണ്ടി കിട്ടും. പിന്നെ നമുക്കത് രജിസ്റ്റർ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ 6 മന്ത് എക്സ്റ്റൻഡഡ് വാറണ്ടിയും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് കിട്ടും. അപ്പോൾ ഒറിജിനൽ ജി ഷോക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈ സംഭവം തന്നെ ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ QR കോഡ് സ്കാനിങ് ഉണ്ടായിരിക്കും, സംഭവമൊക്കെ ഉണ്ടായിരിക്കും. വിത്തിൻ 30 days ഓഫ് പ്രൊഡക്റ്റ് പർച്ചേസ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മോഡ്യൂൾ നമ്പർ ആയിട്ട് അടക്കമുള്ള ഒരു ബുക്ക്ലെറ്റും കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നമുക്കുണ്ട്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാനുള്ള മെയിൻ പരിപാടിയാണ് നമ്മുടെ മോഡ്യൂൾ നമ്പർ, ബോക്സിൻ്റെയും ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെയും കിട്ടുന്നതൊക്കെ സെയിം ആണെന്ന് നോക്കുന്ന പരിപാടി. അപ്പോൾ പിന്നെ നമുക്കൊരു ജി ഷോക്കിൻ്റെ തന്നെ ഒരു വാറണ്ടി കാർഡും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് അവർ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇവിടെ തന്നിരിക്കുന്നത്. അതാ. അപ്പോൾ ഇത് എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ വാറണ്ടി കാർഡാണ്. ഇതാ ബാക്കിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താ സംഭവം, അത് ഇൻ്റർനാഷണൽ വാറണ്ടി റെഗുലേഷനാണ് കണ്ടോ. അപ്പോൾ ഇത് ഗ്ലോബൽ വാറണ്ടിയാണ്. കാസിയോൻ്റെ ജി ഷോക്കുകളൊക്കെ ഗ്ലോബൽ വാറണ്ടിയാണ്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചാലും എവിടെ വാങ്ങിച്ചാലും നമുക്ക് എവിടെ വേണമെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ബോക്സാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അത് ഒരു സ്റ്റീൽ ബോക്സാണ് നമുക്ക് വരിക. ഇതാണ് എൻ്റെ ബോക്സിൻ്റെ ഡിസൈൻ ഉണ്ടാവും. ഒരു വെള്ള കളർ പൊടിയിട്ട് ബിദ്രേ പോലെയാണ് നമ്മൾ ബ്ലാക്കമ്മ. ജി ഷോക്കിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഒറിജിനലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ. നല്ല ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ഇത് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വരിക. ഞാൻ ആക്ച്വലി വാച്ച് പുറത്തെടുത്ത് ഞാൻ ലിങ്കിങ്ങും ഞാൻ പറഞ്ഞല്ലോ രജിസ്ട്രേഷനൊക്കെ എൻ്റെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടാഗും ഉണ്ടായിരുന്നു. ടാഗ് ഇതായിരുന്നു അതിൻ്റെ ടാഗ്. ഇതിൻ്റെ ബൈയിങ് പ്രൈസ് മോഡൽ നമ്പറൊക്കെ ആയിട്ട് 12,995 MRP വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്ന് GBD 200 2DR എന്നാണ് അതിൻ്റെ മോഡൽ നെയിം കേട്ടോ. കണ്ടോ. അപ്പോൾ പിന്നെ ഒരു പ്ലാസ്റ്റിക് സംഭവം ഉണ്ട്, അത് നമുക്ക് വേണ്ട. ഞാൻ എന്തായാലും അത് വാച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു ജിമ്മിലും അതുപോലെ തന്നെ ഓടാനും സംഭവത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് അറിയിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഉണ്ട് സ്മാർട്ട് വാച്ച്. ഞാനിപ്പോൾ കിട്ടിക്കുന്ന ആപ്പിൾ വാച്ച് അൾട്രയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ആപ്പിൾ വാച്ച് അൾട്ര 1 സെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആപ്പിൾ വാച്ച് അൾട്ര 1 ആണ്. ടൈറ്റാനിയം ഗ്രേ കളറാണ്. അതുപോലെ 99 ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. സ്ക്രാച്ചോ സംഭവമൊന്നുമില്ല, പ്യുവറാണ്. 6 മാസം വാറണ്ടി ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ 6 മാസം ഓൾഡാണ്. ഒരു 56-57 രൂപയ്ക്കാണ് ഞാൻ ആക്ച്വലി സെല്ലിംഗ് പ്രൈസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി നമ്പർ കൊടുക്കാം, എൻ്റെ വാട്സപ്പിൻ്റെ സെക്കൻഡറി നമ്പർ. അതിൽ ആരെങ്കിലും നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ അൾട്ര 1 ആണ് കേട്ടോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 3-4 സ്ട്രാപ്പും അതുപോലെ തന്നെ ടൈറ്റാനിയം സ്ട്രാപ്പൊക്കെ ഉണ്ട്. എന്താ പറയുക, പുതിയ സാധനം എടുത്ത പോലെ അതേ കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു മാത്രം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. കണ്ടു. ഇത് ബ്ലൂ കളറിലുണ്ട്, ഒരു നിയോൺ ഗ്രീൻ കളറിലുണ്ട്, പിന്നെ വൈറ്റിലുണ്ട്. അങ്ങനെ കുറച്ച് കളറിലുണ്ട്. ഈ ബ്ലൂ കളർ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു ഒഫീഷ്യൽ സൈറ്റിൽ പോലും എനിക്ക് ഇതാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ. ഇതാണ് നമ്മുടെ ബ്ലൂ കളർ വരുന്നത്. കണ്ടു. ഇതിൽ നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇതുമായി നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിനൊരു ആപ്പും ഉണ്ട്. ആപ്പ് ഞാൻ കാണിച്ചു തരാം.
G-Shock 3 പറഞ്ഞൊരു ആപ്പാണ് കണ്ടു. G-Shockന്റെ 3. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ആപ്പ് വരുന്നത്. ബേസിക് ഒരു ആപ്പാണ്. വലിയ നമ്മുടെ സാംസങ്ങിൻ്റെയും ഐഫോണിൻ്റെ ഒക്കെ ആപ്പ് പോലെ ഒന്നും പ്രതീക്ഷിക്കരുത് കിട്ടാം. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഇതിൽ 5 സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലൈറ്റ് സ്വിച്ചാണ്. ഈ ഇപ്പോൾ ഉണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് കാണാനായിരിക്കും. പിന്നെ ഇവിടെ 2 സ്വിച്ച്, ഇവിടെ 2 സ്വിച്ച്. ഒരെണ്ണം നമുക്കൊരു റെഡ് ഡോട്ട് കാണാം, അതൊരു എൻ്റർ ബട്ടൺ പോലെയാണ്. നിങ്ങൾക്ക് ഇതിൽ 2-3 വാച്ച് ഫേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫോക്കസ് ആവും സോണി. ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് കാണിക്കുന്നതാണ്, ആ ഗ്രാഫ് പോലെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ അത് നോർമൽ ആക്കാനുള്ള പരിപാടി ഉണ്ടാവും. ഇതാ തന്നെയല്ലേ. ഉണ്ടോ, ഇതിപ്പോൾ ഗ്രാഫ് പോയി ടൈം മാത്രമായി. അങ്ങനെ 2-3 വാച്ച് ഫേസുകൾ വരുന്നുണ്ട്. പിന്നെ അത് വലിയ ഡിസ്പ്ലേ പോലത്തെ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് സെറ്റിങ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബട്ടൻ്റെ പേരുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ബട്ടണാണ് നമ്മളിപ്പോൾ അമർത്തുന്നത്. ഡിസ്പ്ലേ ബട്ടൺ ഒരു കുറച്ച് സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് കയറാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവമൊക്കെ കാണുന്നുണ്ടോ? അതൊക്കെ കണ്ടോ. അപ്പോൾ ടൈം അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാലാണ് നമുക്കിത് പെയർ ചെയ്യാനും അതിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടുക കേട്ടോ. കണ്ടോ, പെയറിങ് മോഡ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പെയറിങ് സംഭവങ്ങളൊക്കെ വരിക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ചാണെന്നുണ്ട്. നല്ല ലുക്കും വരുന്നുണ്ട്. ഭയങ്കര വലിയ സൈസൊന്നും ഇല്ല. പക്ഷേ ഇത് എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടിയും ഒന്ന് വലുതാക്കായിരുന്നു. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. ഒന്നും കൂടിയും കുറച്ചുകൂടി വലുതാക്കായിരുന്നു. എനിക്കത് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ചെറുതായി പോയി. അതുകൊണ്ട് തന്നെ ഇത് യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂടാ. ഫീമെയിൽസിനായാലും ഗേൾസിനായിരിക്കും പറ്റുക. എന്ന് വെച്ചാൽ അത്രയും വലുതല്ല സാധനം. ഇതാകെ ഒരു സൈസിൽ മാത്രമേ തന്നെ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ സ്ട്രാപ്പും കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു എന്താ പറയുക, നോർമൽ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് സ്ട്രാപ്പ് പോലത്തെ റബ്ബർ സ്ട്രാപ്പ് അല്ല അത്. ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. സ്പെസിഫിക്കലി മെയ്ഡ് ഫോർ എന്താ പറയുക നമ്മുടെ ഫിറ്റ്നസ് പരമായ സംഭവങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ബാക്കിലായാലും നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ റബ്ബർ പോലത്തെ സാധനം വരുന്നുണ്ട്. സാധാരണ ഞാൻ G-Shockൽ കാണാനായിട്ടും കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ ബക്കിൾ സാധനമൊക്കെ ബ്ലാക്ക് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ വേണമെങ്കിൽ ഒന്ന് പറയാം. അതിന് ഇതാണ് സംഭവം വരുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, വൈറ്റും ഉണ്ട്, നിയോൺ ഗ്രീൻ ഉണ്ട്. നിയോൺ ഗ്രീൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ഇത് പിന്നെ നമുക്ക് വാച്ചിൻ്റെ ടൈം സെറ്റ് ചെയ്യാനൊന്നും വേണ്ട. നമ്മൾ ആപ്പിൽ പേര് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധനം തെറ്റായിക്കോളും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും വരും കേട്ടോ. നോട്ടിഫിക്കേഷനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. നമുക്ക് വാട്സപ്പ് മെസ്സേജ് എല്ലാ നോട്ടിഫിക്കേഷനും, യൂട്യൂബ് മെസ്സേജ് ആയാലും എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ കാണും. പക്ഷേ ഭയങ്കര നമ്മുടെ ആപ്പിൾ വാച്ചിലും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ നമ്മുടെ ഈ വാച്ചിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ഐഫോൺ നിലത്ത് വീണു പരിപ്പിളകിയാവോ, ഇതിൽ കാണുന്ന പോലെ തന്നെ കാണില്ല കേട്ടോ. ഞാൻ എന്തായാലും ഐഫോണിൻ്റെ സ്ഥിതി ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. പണി കിട്ടിയാവും. പക്ഷെ നല്ല ഞാൻ ഉപയോഗിക്കുന്നത് നല്ല കേസാണ് കേട്ടോ. ഒന്നും പറ്റിയില്ല. നല്ല പട്ടയമാണ്. നല്ല നിലത്തേക്ക് നിങ്ങൾ സൗണ്ട് കിട്ടില്ലേ, നല്ല ഇടിയോടാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ നല്ല കേസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് ടോട്ടമിൻ്റെ കേസാണ് കേട്ടോ. ഒരു പ്രശ്നവുമില്ല, കേസിന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ G-Shock വാച്ചിൻ്റെ അല്ലെങ്കിൽ G-Shockൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആമസോണിൽ ഞാൻ താഴെ കൊടുക്കട്ടെ. ആമസോണിൽ വാങ്ങിക്കുമ്പോൾ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഞാൻ അതിന് മുമ്പ് G-Shockൻ്റെ വാച്ച് ആമസോണിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒറിജിനൽ തന്നെ കിട്ടും, ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഈ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള വാച്ചുകളാണെങ്കിൽ നമുക്ക് ഒറിജിനലാണോ കണ്ടുപിടിക്കാൻ സുഖം. അതിൽ ഓട്ടോമാറ്റിക്കലി ആപ്പ് കണക്ട് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ആണെങ്കിൽ കണക്ട് ആവുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ രജിസ്റ്റർ ആവും ചെയ്യും. അപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ അതൊക്കെ ആവുള്ളൂ. അപ്പോൾ സുഖമാണ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി. അപ്പോൾ എഡിഫിസിൻ്റെ കുറച്ച് വാച്ചുകൾക്കും കാസിയോൻ്റെ തന്നെ എഡിഫിസ് മോഡൽ ഉണ്ടല്ലോ, അതിലും കുറച്ച് ഇപ്പോൾ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി വരുന്നുണ്ട്. പക്ഷേ അതിൽ ട്രാക്കിങ്ങും സംഭവമൊന്നും ഇല്ല കേട്ടോ. ട്രാക്കിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ G-Squad എന്ന് പറഞ്ഞ മോഡൽ തന്നെ വാങ്ങിക്കേണ്ടി വരും. ഇതിൽ 2-3 മോഡൽസുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസും എക്സ്പീരിയൻസുമാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി. മറക്കണ്ട നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും പോകുന്നുണ്ട് കേട്ടോ. അടുത്ത് കാണാം.